ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഡൽഹി കാർ സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ വിയോഗത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി കേന്ദ്ര മന്ത്രിസഭായോഗം. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് ഇന്ത്യക്കെന്ന് ആവർത്തിച്ച് മന്ത്രിസഭ. ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾക്കിടെയുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ ബോട്സ്വാന സഹകരണത്തിലൂടെ സാധിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കർശന സുരക്ഷ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പ്രസിദ്ധീകരിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഈ മാസം 21 വരെ അവസരം. ഇന്ത്യയിലെ ക്ഷയരോഗികളുടെ എണ്ണം കഴിഞ്ഞ 10 വർഷത്തിനിടെ 21% കുറഞ്ഞതായി ലോകാരോഗ്യ സംഘടന. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ കൊൽക്കത്തയിൽ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഡൽഹി കാർ സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ വിയോഗത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി കേന്ദ്ര മന്ത്രിസഭായോഗം. ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം മന്ത്രിസഭായോഗത്തിൽ 2 മിനിറ്റ് മൌനം ആചരിച്ചു. സംഭവത്തിൽ ഊർജിതമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രിസഭായോഗത്തിന് ശേഷം കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് ഇന്ത്യക്കുള്ളതെന്നും ജനങ്ങളുടെ സുരക്ഷയാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം പറഞ്ഞു. Cabinet unequivocally condemns this dastardly and cowardly act that has led to the loss of innocent lives. The Cabinet reiterates India's unwavering commitment to a policy of zero tolerance towards terrorism in all its forms and manifestations. The Cabinet also recorded its appreciation for the statements of solidarity and support from many governments around the world. കയറ്റുമതി പ്രോത്സാഹന ദൌത്യത്തിനും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. രാജ്യത്തിന്റെ കയറ്റുമതി മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണിതെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് കർശന ജാഗ്രത തുടരുകയാണ്. പ്രധാന വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പൊതു ഇടങ്ങൾ തുടങ്ങിയ എല്ലായിടത്തും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ചുവപ്പുകോട്ടയിലും ഇന്നും പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കില്ല. ദേശീയ അന്വേഷണ ഏജൻസിയാണ് കേസ് അന്വേഷിക്കുന്നത്. നീതിയുക്തവും സുസ്ഥിരവുമായ ലോകം കെട്ടിപ്പടുക്കുന്നതിന് ഇന്ത്യയ്ക്കും ബോട്സ്വാനയ്ക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഈ പങ്കാളിത്തം ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾക്കിടയിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ബോട്സ്വാനയിൽ പ്രസിഡന്റ് ഡുമ ബൊക്കോയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു ശ്രീമതി മുർമു. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യവും ആഫ്രിക്കൻ യൂണിയന്റെ അജണ്ട 2063 ലക്ഷ്യവും ഇന്ത്യ ബോട്സ്വാന സഹകരണം ശക്തിപ്പെടുത്തുമെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. India and Botswana can together contribute meaningfully to a fairer and more sustainable world order, one that not only supports but also helps build meaningful global South collaboration and a reformed multilateralism. We thank the government of Botswana for their support to India's efforts for a reformed and expanded UN Security Council. ആരോഗ്യ സംരക്ഷണം, ഫാർമസ്യൂട്ടിക്കൽസ് മേഖലകളിലെ സഹകരണത്തെക്കുറിച്ചുള്ള ധാരണാപത്രത്തിലും ഇരുപക്ഷവും ഒപ്പുവെച്ചു. അതിനിടെ ഇന്ത്യയ്ക്ക് 8 ചീറ്റപ്പുലികളെ നൽകുമെന്ന് ബോട്സ്വാന പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. ഇന്ന് ബോട്സ്വാനയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സാന്നിധ്യത്തിൽ ചീറ്റകളുടെ കൈമാറ്റം നടക്കും. 2025 130ാം ഭരണഘടനാ ഭേദഗതി ബിൽ, ജമ്മു കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ, കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ സർക്കാർ ഭേദഗതി ബിൽ എന്നിവ പരിശോധിക്കുന്നതിനുള്ള പാർലമെന്റിന്റെ സംയുക്ത സമിതി ചെയർപേഴ്സണായി BJP MP അപരാജിത സാനിക്കിയെ നിയമിച്ചു. 31 അംഗങ്ങൾ ഉൾപ്പെട്ട സമിതിയിൽ BJPയിൽ നിന്ന് 15 MPമാരും NDA സഖ്യകക്ഷികളിൽ നിന്ന് 11 MPമാരും പ്രതിപക്ഷത്തിൽ നിന്ന് 4 MPമാരും ഒരു നോമിനേറ്റ് അംഗവും ഉൾപ്പെടുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 2ാം ഘട്ടത്തിൽ ഇതുവരെ രാജ്യത്താകെ 37 കോടി എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട ആകെ 51 കോടി വോട്ടർമാരുടെ 70%മാണിത്. 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് 2ാം ഘട്ട വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നത്. അടുത്ത മാസം 4 വരെയാണ് 2ാം ഘട്ടം. കേരളത്തിൽ എന്യൂമറേഷൻ ഫോം വിതരണം 9 ദിവസം പിന്നിട്ടപ്പോൾ 1,52,84,874 പേർക്കാണ് ഫോം നൽകിയത്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പ്രസിദ്ധീകരിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21 2 ഘട്ടങ്ങളിലായി ഡിസംബർ 9-നും 11-നുമാണ് വോട്ടെടുപ്പ്.
അടുത്ത മാസം 13-നാണ് വോട്ടെണ്ണൽ. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതി ആവശ്യമായ സർക്കാർ ഫയലുകൾ പരിശോധിക്കുന്നതിന് സ്ക്രീനിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയിലെ ആകെ ക്ഷയരോഗ കേസുകളുടെ എണ്ണം 21% കുറഞ്ഞതായി ലോകാരോഗ്യ സംഘടന. ഗ്ലോബൽ TB റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ ക്ഷയരോഗികളുടെ എണ്ണം 1,237 ആയിരുന്നത് 1,187 കുറഞ്ഞു. ക്ഷയരോഗ ബാധിതരെ കണ്ടെത്തുന്നതിലും ചികിത്സ ലഭ്യമാക്കുന്നതിനും രാജ്യം വലിയ പുരോഗതി കൈവരിച്ചതായി കണക്കുകളെ ഉദ്ധരിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കാനഡയിലെ നയാഗ്രയിൽ നടക്കുന്ന G7 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി S. ജയശങ്കർ പങ്കെടുത്തു. ഊർജ്ജ സുരക്ഷയും നിർണായക ധാതുക്കളും സംബന്ധിച്ച് നടന്ന പ്രത്യേക ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്തു. ആശ്രിതത്വം ലഘൂകരിക്കുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും. 38 ജില്ലകളിലായി 46 കേന്ദ്രങ്ങളിൽ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ഒരു റിപ്പോർട്ട്. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗിന് ഉപയോഗിച്ച EVMകളും VVPATകളും സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ CRPFും പോലീസും കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സ്ട്രോങ് റൂം പരിസരത്തും കൺട്രോൾ റൂം സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ CCTV ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫോം 17Cയും EVM ഡാറ്റയും തമ്മിൽ പൊരുത്തക്കേടുണ്ടായാൽ VVPAT എണ്ണുന്നത് നിർബന്ധമാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ റീപോളിംഗ് നടത്താൻ ശുപാർശ ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഒരു പോളിംഗ് സ്റ്റേഷനിലും പൊരുത്തക്കേടുകളോ ക്രമക്കേടുകളോ കണ്ടെത്തിയിട്ടില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. വന്ദേ മാതരം എന്ന ശക്തമായ ആഹ്വാനം ജനങ്ങളുടെ ശബ്ദങ്ങളിൽ മാത്രമല്ല മുഴങ്ങിയത്, മറിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകങ്ങളിലും അത് പ്രതിഫലിച്ചു. ദേശീയ പതാകയുടെ ആദ്യകാല പതിപ്പുകളിൽ പലതിലും വന്ദേ മാതരം ആലേഖനം ചെയ്തിരുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ആരംഭിക്കും. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ഇന്ത്യൻ സമയം രാവിലെ 9:30 മത്സരം. രണ്ടാമത്തെയും അവസാനത്തെയും മത്സരം നവംബർ 22 മുതൽ 26 വരെ ഗുവാഹത്തിയിൽ നടക്കും. 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിന്റെ സമ്പൂർണ്ണ മത്സരക്രമം പുറത്തിറക്കി. ലോസ് ഏഞ്ചൽസിലും ഒക്ലഹോമ സിറ്റിയിലുമായി 49 വേദികളിൽ 36 കായിക ഇനങ്ങൾ നടക്കും. ഒരു നൂറ്റാണ്ടിന് ശേഷം ക്രിക്കറ്റ് ഒളിമ്പിക്സ് നിരയിൽ വീണ്ടും എത്തുന്നു എന്നതാണ് ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിന്റെ പ്രത്യേകത. ഉദ്ഘാടന ചടങ്ങ് ജൂലൈ 14-നും സമാപന ചടങ്ങ് ജൂലൈ 30-നും നടക്കും. ഗോവയിൽ നടക്കുന്ന ഫിഡെ ചെസ് ലോകകപ്പ് റൌണ്ട് 4 ടൈ ബ്രേക്കറിൽ ഗ്രാൻഡ് മാസ്റ്റർ അർജുൻ എറിഗേസി, പ്രജ്ഞാനന്ദ, പെൻഡില ഹരികൃഷ്ണ എന്നിവർ മാറ്റുരയ്ക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് മത്സരം. നേരത്തെ അർജുൻ എറിഗേസി ഹംഗറിയുടെ പീറ്റർ ലെക്കോയ്ക്കെതിരെയും പ്രജ്ഞാനന്ദ റഷ്യയുടെ ഡാനിൽ ഡുബോയുവിനെതിരെയുമുള്ള മത്സരങ്ങളിൽ സമനില വഴങ്ങിയിരുന്നു. കാഴ്ച പരിമിതർക്കുള്ള 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയ്ക്ക് 209 റൺസിന്റെ ജയം. ഇന്ത്യ ഉയർത്തിയ 293 റൺ പിന്തുടർന്ന ഓസീസിന് 8 വിക്കറ്റ് നഷ്ടത്തിൽ 83 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ 10 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. വായുമലിനീകരണവുമായി ബന്ധപ്പെട്ട് പുതുക്കിയ ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. നഗരപ്രദേശങ്ങളിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ, ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ എന്നിവിടങ്ങളിൽ ചെസ്റ്റ് ക്ലിനിക്കുകൾ സ്ഥാപിക്കാൻ മന്ത്രാലയം നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി കാർ സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ വിയോഗത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി കേന്ദ്ര മന്ത്രിസഭായോഗം. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് ഇന്ത്യക്കെന്ന് ആവർത്തിച്ച് മന്ത്രിസഭ. ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾക്കിടെയുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ ബോട്സ്വാന സഹകരണത്തിലൂടെ സാധിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കർശന സുരക്ഷ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പ്രസിദ്ധീകരിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഈ മാസം 21 വരെ അവസരം. ഇന്ത്യയിലെ ക്ഷയരോഗികളുടെ എണ്ണം കഴിഞ്ഞ 10 വർഷത്തിനിടെ 21% കുറഞ്ഞതായി ലോകാരോഗ്യ സംഘടന. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ കൊൽക്കത്തയിൽ ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.